മഹത്തായ ഈ സ്ഥാപനത്തിന്റെ ശില്പി ബഹുവന്യ ശൈഖുന ഉസ്താദ് അവർകളെ, അതുപോലെ നമ്മുടെ വഴികാട്ടി ബഹുമാന്യനായ അഹമ്മദ് ക, അതുപോലെ മഹത്തായ ഈ വേദിയിലെ ധന്യമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലെ ഉസ്താദന്മാരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മഹത്തായ സമ്മേളനം അതിന്റെ 3-ാം നാളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. മുഅ്ജിസത്തും കറാമത്തും അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1,24,000-ഓളം പ്രവാചകന്മാരെ ഈ ലോകത്ത് തൗഹീദിന്റെ പ്രകാശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞുവിട്ടപ്പോൾ ആ പ്രവാചക നേതൃത്വത്തിന് അല്ലാഹു തആല ഉലൂഹിയത്തിനെയും ഉബൂദിയത്തിനെയും ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നൽകിയ ഒരു ദിവ്യ ശക്തിയാണ് മുഅ്ജിസത്ത് എന്നുള്ളത്. അതുപോലെ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച, ജീവിതം പൂർണ്ണമായും അല്ലാഹുവിനെ സമർപ്പിച്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ജീവിതത്തിലുള്ള വളരെ അത്യത്ഭുതകരമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന കറാമത്ത്, ഇത്തരം മഹത്തായ ഒരു വിഷയത്തെ പഠന വിധേയമാക്കുന്ന ഈ സദസ്സ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഒരു വലിയ ഒരു സൗഭാഗ്യമാണ് ഇർഫാനിയ എന്നുള്ളത്. കാലം ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈമാനിന്റെ പ്രകാശം അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിശാബോധം പകരുന്നതിന് വേണ്ടി കാലത്തിന്റെ ദിശകളിലേക്ക് അല്ലാഹുവിന്റെ ആരിഫുകൾ രംഗപ്രവേശനം ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ആ ആപ്തവാക്യത്തിന്റെ ആപ്തവാക്യം ഇവിടെ പൂവണിയുകയാണ്. അതാണ് മഹത്തായ ഇർഫാനിയ. അല്ലാഹുവിന്റെ ആരിഫുകൾ ഇർഫാനിയയിൽ കൂടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒന്നുകൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയവും നമ്മുടെ ഈ മഹത്തായ സ്ഥാപനവും പരസ്പരം പര്യായ പദങ്ങളാണ്. അല്ലാഹുവിന്റെ ആരിഫുകളുടെ പ്രത്യേകമായിരിക്കുന്ന കറാമത്തോടുകൂടി നിലനിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനം ഒരു അദൃശ്യമായ ശക്തി തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം ആരും സമ്മതിക്കുന്ന വിഷയം തന്നെയാണ്. ഇന്ന് ലോകം അംഗീകരിക്കാത്തതും ലോകം തള്ളിക്കളയുന്നതുമായ ഒരു വിഷയമാണല്ലോ മുഅ്ജിസത്ത്, അതുപോലെ കറാമത്ത്. മുഅ്ജിസത്തിനെയും കറാമത്തിനെയും ഒരു രൂപത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആ കറാമത്തിനെയും മുഅ്ജിസത്തിനെയും മറ്റൊരു രൂപത്തിൽ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വഹാബി പ്രസ്ഥാനങ്ങൾ. സത്യത്തിൽ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ സംഭവിച്ചു പോയത് നമ്മുടെ പൂർവസൂരികൾ കാണിച്ചു തന്ന യഥാർത്ഥമായിരിക്കുന്ന പാതയിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ പൂർവസൂരികളായ പണ്ഡിത മഹത്തുക്കൾ, എന്തിനേറെ പറയണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിച്ച ഖൈറുൽ ഖുറൂനി ഖർനി എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പകർന്നു തന്നിരിക്കുന്ന ഉത്തമ നൂറ്റാണ്ടുകളിൽ ജനിച്ച് വഫാത്തായി പോയ, ഒന്നുകൂടി മനോഹരമാക്കി പറഞ്ഞാൽ മദ്ഹബിന്റെ ഇമാമുകൾ ജീവിച്ചു പോയ ഹിജ്റയുടെ 3 നൂറ്റാണ്ട് കാലത്തുള്ള നമ്മുടെ മഹത്തുക്കളായ മദ്ഹബിന്റെ ഇമാമുകൾ നമുക്ക് പകർന്നു തന്നതായ ആ സത്യസന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് മുസ്ലിം ലോകം വ്യതിചലിച്ചതാണ് ഇന്ന് നാം കാണുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ആശയക്കുഴപ്പങ്ങളിലേക്ക് ഈ സമൂഹം വഴിതെറ്റിപ്പോയത് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ അവർ പകർന്നു തന്ന, അവർ പഠിപ്പിച്ചു തന്ന ആ ആശയങ്ങൾ പൂർണ്ണമായിട്ടും നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരു കാരണവശാലും
ഒരു വിധത്തിലുള്ള പ്രശ്നവും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. നാം മനസ്സിലാക്കുന്നതിൽ നമുക്കൊരുപാട് പിഴവ് സംഭവിച്ചു പോയി. പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസുകളെയും സ്വന്തമായി വ്യാഖ്യാനിച്ചപ്പോ ഈ മുസ്ലിം സമൂഹത്തിന് ഒരുപാട് പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. നാം മനസ്സിലാക്കുക, എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ ആരിഫുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ പകർന്നു തന്നതായ ആ വെളിച്ചം അത് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആവാഹിച്ചെടുക്കുമ്പോൾ യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴികളിൽ കൂടി നമുക്ക് സഞ്ചരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അല്ലാഹുവിന്റെ മദ്ഹബിന്റെ ഇമാമുകൾ നമുക്ക് പകർന്നുന്നതായ കാര്യങ്ങൾ, മദ്ഹബിന്റെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ഇജ്തിഹാദിന് കഴിവുറ്റതായ പണ്ഡിതന്മാര് ഹിജ്റയുടെ 3 നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ മദ്ഹബിന്റെ ഇമാമുകളുടെ ചരിത്രങ്ങൾ പഠിച്ച് ഹദീസുകളിൽ ആഴമേറിയ പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ട് പോലും അവർ ഗവേഷണത്തിന്റെ വാതിലുകൾ അടച്ചുവെക്കുകയാണ് ചെയ്തത്. കാരണം കർമ്മശാസ്ത്രപരമായി നിലകൊള്ളുന്ന 4 മദ്ഹബുകൾ, ആ 4 മദ്ഹബിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഹിജ്റയുടെ 3 നൂറ്റാണ്ട് കാലങ്ങളിൽ വളരെ ഗഹനമായ പഠന വിധേയങ്ങൾ നടത്തുകയും ഗവേഷണങ്ങൾ നടത്തുകയും മുസ്ലിം സമൂഹത്തിന്റെ പിൽക്കാല ജീവിതത്തിന് അക്കമിട്ടുകൊണ്ട് ഒരുപാട് നേർരേഖ വരച്ചു കാണിച്ച നമ്മുടെ പൂർവ്വസൂരികളായ മദ്ഹബിന്റെ ഇമാമുകൾ, ആ മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം പിന്നീട് കടന്നുവന്ന ലോകപ്രശസ്തരായ ഹദീസ് പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇജ്തിഹാദിന്റെ ഉപരികൾ നിർത്തിവെച്ചുകൊണ്ട് ഇവർക്ക് മുമ്പ് സഞ്ചരിച്ചു പോയ മദ്ഹബിന്റെ ഇമാമുകൾ പിൻപറ്റി ജീവിച്ചതായിരുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ചരിത്രം. ഉദാഹരണമായി കർമ്മശാസ്ത്രത്തിന്റെ വീക്ഷണങ്ങളിലേക്ക് കടന്നു പോകുമ്പോ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെ തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. കർമ്മശാസ്ത്രത്തിന്റെ മൂലഗ്രന്ഥങ്ങളായ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ 5ഓളം ഗ്രന്ഥങ്ങൾ, ആ 5ഓളം ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അതുപോലെ ഇംലാ ബുവൈത്തി, മുഖ്തസർ മുസ്നി പോലെയുള്ള ഈ ലോകപ്രശസ്തമായ കർമ്മശാസ്ത്രത്തിന്റെ മൂലഗ്രന്ഥങ്ങൾ, ആ മൂലഗ്രന്ഥങ്ങൾ പിന്നീട് ഹിജ്റയുടെ 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിനുശേഷം വന്ന ഹിജ്റയുടെ 5-ാം നൂറ്റാണ്ടിൽ വന്ന ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ആ 5 ഗ്രന്ഥങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ചുരുക്കിക്കൊണ്ട് മറ്റൊരു ഗ്രന്ഥമാക്കിക്കൊണ്ട് മുസ്ലിം ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന മഹാനായിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വീണ്ടും മറ്റൊരു ഗ്രന്ഥത്തിന് വെളിച്ചമേകുകയാണ് ഉണ്ടായത്. ഇതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലോകത്ത് കടന്നുവന്ന മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം മുസ്ലിം ലോകത്ത് കടന്നുവന്ന ഇജ്തിഹാദിന് യോഗ്യരായ പണ്ഡിതന്മാര് കാണിച്ചു അവർക്ക് മുമ്പ് സഞ്ചരിച്ചു പോയ പൂർവസൂരികളായ മദ്ഹബിന്റെ ഇമാമുകള്, ആ ഇമാമുകൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങള് അത് വളരെ വിശദീകരിച്ചും അത് ചുരുക്കിയും പിന്നീട് വിശദീകരിച്ച് വീണ്ടും ചുരുക്കിക്കൊണ്ടായിരുന്നു കർമ്മശാസ്ത്രത്തിന്റെ നീണ്ട നിരകള് ഈ സമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചു പോയത്. ഇതാണല്ലോ പിന്നീട് വന്ന ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്, അവർ ഇജ്തിഹാദിന്റെ ഒരു വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തത് കൊണ്ടായിരുന്നു നമ്മുടെ മദ്ഹബിൽ പിന്നീട് വന്ന പ്രതിഭാശാലികളായ മഹാനായ ഇമാം ഗസാലി മഹാനായിരിക്കുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനിക്ക് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിന് ശേഷം ഏറ്റവും സ്വീകാര്യയോഗ്യമായിരിക്കുന്ന ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയും അതുപോലെ തന്നെ തസവ്വുഫിന്റെ മേഖലകളിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുപോയ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനിക്കും അതുപോലെ പിന്നീട് കടന്നു വന്ന ഓരോ പണ്ഡിത മഹത്തുക്കൾക്കും മറ്റുള്ള ഗ്രന്ഥത്തിന്റെ രചനയിലേക്ക് അവരുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെയും അവരുടെ ചിന്തകളെയും അവരുടെ പഠനങ്ങളെയും ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇതിൽ നമുക്കൊരു വലിയ പാഠമുണ്ട്. ഇവരൊക്കെ ശാഫിഈ മദ്ഹബിൽ പ്രമുഖരായ ഒരുപാട് മഹത്തുക്കളെ കുറിച്ച് നാം പഠിച്ചു നോക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ആയമേറിയ പഠനങ്ങളൊക്കെ, അവർ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്ത ഗ്രന്ഥങ്ങളൊക്കെ അവരുടെ ജീവിതം തന്നെ നമുക്ക് അത്ഭുതപ്പെടുത്തി തരികയാണ്. ഇത്തരം മഹത്തുക്കളൊക്കെ അവരുടെ ജീവിതം അത് കണ്ടിട്ട് വേണം നാം ദീൻ പഠിക്കാൻ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സ്വാഗത ഭാഷണം ചുരുക്കുകയാണ്. ഈ പരിശുദ്ധമായിരിക്കുന്ന ദീൻ അത് പഠിക്കേണ്ടടുത്തു നിന്ന്, അത് കാണേണ്ടടുത്തു നിന്ന് നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ മഹത്തായ വളരെ ഗഹനമായിരിക്കുന്ന ഈ വിഷയം, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദയുമായിട്ട് ബാധിക്കുന്ന ഈ വിഷയം, അത് പൂർണ്ണമായിട്ട് പഠന വിധേയമാക്കുക തന്നെ നാം വേണം. അത്തരം മേഖലകളിലേക്ക് ചലിപ്പിക്കുന്ന ഇർഷാദ് സെഷൻ അത് നേതൃത്വം നൽകുന്നത്, അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെ ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ മഹത്തായ ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കണ്ണൂർ ജില്ലാ നായിബ് ഖാദി ബഹുമാന്യനായ PP ഉമർ ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെയും വേദിയിലേക്ക് ഞാൻ വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ മുഖ്യ കാര്യദർശി ഉസ്താദ് അഹമ്മദ് തേറളായി അവർകളാണ്. അദ്ദേഹത്തെയും വളരെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ മഹത്തായ സെഷനിൽ വിഷയാവതരണം നടത്തുന്നത് നമ്മുടെ മഹത്തായ ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിവിധ ഭാഗങ്ങളിൽ, ജില്ലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വിവിധ ഭാഗങ്ങളിൽ ആശയ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതുപോലെ സുന്നി ആദർശ വേദികളിലെ ഗർജിക്കുന്ന സിംഹമായ നമ്മുടെ സ്ഥാപനത്തിന്റെ അഭിമാനം ജാമിയ ദാറുസലാമിന്റെ പ്രൊഫസർ കൂടിയായ ഉസ്താദ് മുഹമ്മദ് സലീം ഫൈലി ഇർഫാനി അൽ അസ്ഹരി അവർകളാണ്. ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രഭാഷണം നടത്തുന്ന മുനീസ് ഫൈസി ഇർഫാനി അവർകളും, അതുപോലെ തന്നെ മാണീർ അബ്ദുറഹ്മാൻ ഫൈലി ഉസ്താദ് അവർകൾ, അതുപോലെ KK മുഹമ്മദ് ദാരിമി അരിയിൽ ഉസ്താദ് അവർകളെയും, അതുപോലെ പയ്യന്നൂർ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് സിറാജുദ്ദീൻ ദാരിമി കക്കാട് അവർകളെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മഹത്തായ ഈ വേദിയിൽ ഭവിഷ്ഠരായ സിദ്ദീഖ് ജലാലി ഈശ്വരമംഗലം, ഉമർ ദാരിമി സാൽമാറ, അബ്ബാസ് ദാരിമി ഉപ്പള, കണ്ണൂർ ജില്ലാ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ മുഖ്യ കാര്യദർശി ഉസ്താദ് അബ്ദുസ്സലാം ദാരിമി കിണവക്കൽ, BPA നാസർ ഫൈലി ഇർഫാനി അഞ്ചരക്കണ്ടി, M ഹസൈനാർ ഹാജി ചപ്പാരപ്പടവ്, നിയാസ് P നഞ്ചങ്കോട്, മുനീർ NP, അബ്ദുറഹീം PK, ജബ്ബാർ ഉസ്മാൻ K, ഉബൈദ് ഫൈലി ഇർഫാനി വായാട്. അതുപോലെ ഈ വേദിയിൽ നന്ദി ആശംസിക്കുന്ന നൌഷാദ് ഫൈലി ഇർഫാനി മലപ്പട്ടം, എല്ലാ ഉസ്താദന്മാരെയും വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഹത്തായ ഈ സംഗമത്തിന്റെ ധന്യമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഖിൽരിയ നഗരിയുടെ തബറുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെയെത്തിയ നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ മുഹിബ്ബുകളെയും അവർ അർഹിക്കുന്ന ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി മഹത്തായ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ അബൂബക്കർ ഉസ്താദ് അവർകളെ ഈ വേദിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ ഭാഷണങ്ങൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക തിരുശേഷിപ്പുകളിൽ പോലും പൊള്ളും മായവും ചേർത്ത് വിശ്വാസ ഹൃദയങ്ങളെ വ്രണപ്പെടുത്തിയ വിഘടന വിനാശ ശക്തികളുടെ കുതന്ത്രങ്ങളിൽ പാളിപ്പോകാതെ വിശുദ്ധ ദീനിന്റെ പരിശുദ്ധിയെ പോരിശോടെ കാത്ത ഇർഫാനിയുടെ 23ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഇർഷാദ് ആദർശ സെഷൻ കണ്ണൂർ ജില്ലാ സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ്, സമസ്ത കേന്ദ്ര മുശാവറ അംഗവുമായ കണ്ണൂർ ജില്ലാ നായിബ് ഖാദി ബഹുമാനപ്പെട്ട PP ഉമർ ഉസ്താദ് ഇർഷാദ് ആദർശ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി സർവാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ഉസ്താദ് അവറുകളെ, ഇവിടെ സംഗമിച്ചിട്ടുള്ള അഭിവന്ദ്യരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുകയും അവന്റെ ഒട്ടനേകം പ്രതിഫലങ്ങളെക്കൊണ്ട് അനുഗ്രഹീതവുമായ ഒരു മഹനീയ സദസ്സിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് അഭിവന്ദ്യരായ ഉസ്താദുമാരുടെ സാരസമ്പൂർണമായ ക്ലാസുകളും പ്രസംഗങ്ങളും ഇവിടെ നടക്കാനിരിക്കുകയാണ്. വളരെ മഹത്തായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് സ്വാഗത പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തമ സൃഷ്ടിയായ മനുഷ്യരെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള മനുഷ്യ സമൂഹത്തിന്റെ പ്രയാണത്തിൽ ഒട്ടനേകം തടസ്സങ്ങൾ സംഭവിക്കുമ്പോൾ ആ തടസ്സങ്ങളെ തട്ടിമാറ്റി ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ത്വരിതഗതിയിലാക്കുക എന്ന ഏറ്റവും വലിയ കടമയാണ് മഹത്തായ നമ്മുടെ വിഷയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നാം വളരെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടാനകോടി മനുഷ്യ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉത്തമ സൃഷ്ടിയായി മനുഷ്യനെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഉത്തമ സൃഷ്ടിയായ മനുഷ്യരെ അല്ലാഹു വളരെ ഉന്നതവും ഉദാത്തവുമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുക എന്നതാണ് നമ്മുടെ പരമമായ ഉദ്ദേശം. ഈ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇനി ഇശാ നിസ്കരിക്കേണ്ടതുണ്ട്. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് സുബ്ഹി നിസ്കരിക്കേണ്ടതുണ്ട്, അതിനുശേഷം ളുഹർ നിസ്കരിക്കേണ്ടതുണ്ട്, അതിനുശേഷം മഗ്രിബ് നിസ്കരിക്കേണ്ടതുണ്ട്, അസർ നിസ്കരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ദിനം 5 വട്ടം നാം നിസ്കരിക്കുമ്പോൾ 17 പ്രാവശ്യം നാം ഫാത്തിഹ സൂറത്ത് ഓതുന്നുണ്ട്. ഈ ഫാത്തിഹ സൂറത്ത് നിർബന്ധമായും ഓതേണ്ടതുമാണ്. ഈ ഫാത്തിഹ സൂറത്തിൽ കൂടി അല്ലാഹുവിനോട് നാം നിരന്തരമായി ആവർത്തിച്ച് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണല്ലോ നാം ദുആ ചെയ്യുന്നത്.
ഇങ്ങനെ നിരന്തരമായി ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തു തന്നിരിക്കുന്ന ഫാത്തിഹ സൂറത്തിൽ കൂടി അല്ലാഹുവിനോട് നിരന്തരമായി ഈ ദുആർക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ പരമമായ ലക്ഷ്യം ഹിദായത്താണ്. ഈ ഹിദായത്ത് കൈവരിക്കുക എന്നതാണ് നമ്മുടെ പരമലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ഹിദായത്തിന് വേണ്ടി അധ്വാനിക്കുക, ആ ഹിദായത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, അനിവാര്യമായ ചുമതലയുമാണ്. ഈ ചുമതല നിർവഹണത്തിന് നമുക്ക് ഒട്ടേറെ തടസ്സങ്ങൾ വരാൻ ഉണ്ട്. ആ തടസ്സങ്ങൾ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൃഷ്ടിച്ചതുമാണ്. ആ തടസ്സങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഈ ലോകം ഒരു പരീക്ഷാ ഹാളാണ്. ഈ ദുനിയാവെന്നത് ഒരു പരീക്ഷാ ഹാളായതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റും ശരിയുമുണ്ടാകും. തെറ്റും ശരിയും തിരഞ്ഞ് മനസ്സിലാക്കി തെറ്റിനെ മാറ്റി നിർത്തി ശരിയെ തിരഞ്ഞെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന തെറ്റുകളെ തെറ്റായി കാണുകയും ആ തെറ്റിനെ മാറ്റി നിർത്തി ശരിയെ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ സംവിധാനത്തിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ആ ഹിദായത്തിനെ സ്വീകരിക്കുകയും ആ ഹിദായത്തിൽ തന്നെ ജീവിച്ച് ഹിദായത്തിൽ തന്നെ മരിക്കുകയും ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു അനിവാര്യമായ ചുമതല നിർവഹിക്കേണ്ടുന്ന നമുക്ക് അതിന് വഴി തടസ്സമായി നിൽക്കുന്ന സർവണത്തിനെയും മാറ്റി നിർത്തേണ്ടതുണ്ട്. എന്നാൽ അതിന് വഴി തടസ്സമായി നിൽക്കുന്നത് ഏതൊക്കെയാണ്? ഒരുപക്ഷെ നമ്മുടെ പുറമേയും ഈ തടസ്സങ്ങളുണ്ടാകാം. അതിനേക്കാൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന തടസ്സം നമ്മുടെ അകത്തുള്ള തടസ്സമാണ്. നമ്മുടെ അകത്ത് തന്നെ അതിന് തടസ്സമായി നിൽക്കുന്ന ഒട്ടേറെ തടസ്സങ്ങളുണ്ട്. അഥവാ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അവസ്ഥ തന്നെ അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദഹ്റിൽ പറഞ്ഞില്ലേ, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്ഫത്തിൻ, നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ആ നുത്ഫത്തിന്റെ അവസ്ഥ എന്താണ്? അംശാജിൻ, അത് കൂട്ടിക്കലർത്തപ്പെട്ടതാണ്. എന്തുകൊണ്ട് കൂട്ടിക്കലർത്തപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ ആധ്യാത്മിക ജ്ഞാനികൾ പറയുന്ന വ്യാഖ്യാനം, ഹവയും ശഹ്വത്തും കൂട്ടിക്കലർത്തപ്പെട്ട നുത്ഫത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹവയും നുത്ഫത്തും കൂട്ടിക്കലർത്തപ്പെട്ട നുത്ഫത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ആധ്യാത്മിക ജ്ഞാനികൾ അതിന് വ്യാഖ്യാനം കൊടുത്തത് വെറുതെ അവർ തോന്നിയതുപോലെ പറഞ്ഞതല്ല. മറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ പിൻഫലമാക്കിക്കൊണ്ടാണ് ഇപ്രകാരം അവർ അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അൽ ബലാഉ വൽ ഹവാഉ വശഹ്വത്തു മഅജൂനത്തുൻ ബിത്നി ആദം ഖാല റസൂലുള്ളാഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹവയും ശഹ്വത്തും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിൽ കൂട്ടിക്കൊടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഹദീസിന്റെ പിൻബലത്തിൽ കൂടിയാണ് അംശാജിൻ എന്ന വാക്കിന്റെ ഉദ്ദേശം ഹവയും ശഹ്വത്തും കൂട്ടിക്കലർത്തപ്പെട്ട സാധനം കൊണ്ടാണ്, ആ നുത്ഫത്ത് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഹവയും ശഹ്വത്തിന്റെയും അവസ്ഥ എന്താണ്? അത് രണ്ടിനെയും സ്വതന്ത്രമായി വിട്ടുകഴിഞ്ഞാൽ അത് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനങ്ങളാണ് ഹവയും ശഹ്വത്തും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ എന്ന് പറഞ്ഞതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ വസ്തുവിൽ ഹവയുണ്ടാകുമ്പോൾ ആ ഹവ മനുഷ്യനെ നല്ലതുപോലെ ചീത്ത കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
അങ്ങനെ ചീത്ത കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നമ്മളെ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിൽ കൂട്ടിക്കലർത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ മനുഷ്യനിൽ നിന്ന് തെറ്റുകൾ വരാൻ കൂടുതൽ സാധ്യതകളുണ്ട്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇവിടെ ശ്രദ്ധേയമാണ്. മിസ്കീനുൻ ഇബ്നു ആദം യുരീദു അൻ യുഖ്രിജ മിൻ മഈബൈനി അമലൻ ബിലാ ഐബ് എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മനുഷ്യൻ പാവമാണ്, സാധുവാണ്. അവൻ ഉദ്ദേശിക്കുന്നു നല്ല അമൽ ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ 2 ഐബുള്ള വസ്തുവിൽ നിന്നാണ് അവൻ അമൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് അമൽ ചെയ്തിരുന്നാലും അത് കുറ്റമറ്റതാക്കാൻ മനുഷ്യന് സാധ്യമല്ല. അവന്റെ പ്രകൃതിദത്തമായി തെറ്റുകളും കുറ്റങ്ങളും വരാൻ, ഐബുകൾ വരാൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ് മനുഷ്യൻ. എന്നാൽ ഇതിൽ നിന്ന് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, മഅസൂമീങ്ങൾ, ആ മഅസൂമീങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ കാവൽ കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ മഅസൂമീങ്ങളാണ്. അവരിൽ നിന്ന് ഒരു തെറ്റും വരാൻ പാടില്ലാത്ത വിധത്തിൽ അവർക്ക് അള്ളാഹു സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ മഅസൂമീങ്ങൾ അല്ലെങ്കിലും അവർ മഹ്ഫൂദീങ്ങളാണ്. മഹ്ഫൂദീങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവരിൽ നിന്ന് തെറ്റ് തീരെ വരില്ല എന്നതല്ല അതിന്റെ ഉദ്ദേശം. അവരിൽ നിന്ന് അഥവാ തെറ്റ് വന്നു പോയാൽ തന്നെ ഉടനെ അവർ തൗബ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടും. ഈ ഒരു അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ. അതല്ലാത്ത ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ശരീര പ്രകൃതി തന്നെ അപ്രകാരത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഐബുള്ള മനുഷ്യൻ, ആ ഐബുള്ള മനുഷ്യനെ ഏറ്റവും വലിയ ഐബ് അവന്റെ ഹവയും ഷഹ്വത്തുമാണ്. ഈ ഹവയും ഷഹ്വത്തിനെയും നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചെയ്യുമ്പോൾ ചീത്ത കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും അവനെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന 2 ഐബുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്, അഥവാ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് രണ്ടിനെയും വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാൻ സാധ്യമല്ല. അഥവാ ഹിദായത്തെന്ന് പറയുന്ന നല്ലത് മാത്രം ചിന്തിക്കുന്ന, നല്ലത് മാത്രം ആലോചിക്കുന്ന, നല്ലത് മാത്രം നോക്കുന്ന, നല്ലത് മാത്രം പറയുന്ന, നല്ലതിലേക്ക് മാത്രം പോകുന്ന ഒരു നല്ല ഹിദായത്തെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ ഉത്തരവാദപ്പെട്ട മനുഷ്യൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഹവയും ഷഹ്വത്തെന്ന് പറയുന്ന ഈ 2 നമ്മുടെ ശത്രുക്കൾ നമ്മെ ആ നല്ലതിൽ നിന്ന് വ്യതിചലിപ്പിക്കും. അങ്ങനെ വ്യതിചലിപ്പിക്കാതിരിക്കാൻ, അവകളെ ശരിപ്പെടുത്താൻ, അവകളെ നന്നാക്കിയെടുക്കാൻ ഒരേ ഒരു മാർഗമാണ് തസ്കിയത്തെന്ന് പറയുന്ന ഏറ്റവും ആത്മീയമായ സംസ്കരണം. ഈ ആത്മീയ സംസ്കരണത്തിൽ കൂടി മാത്രമേ മനുഷ്യനെ നല്ലതിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തസ്കിയത്തെന്ന് പറയുന്ന ആത്മീയമായ സംസ്കരണമായിരുന്നു. ശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒട്ടേറെ സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നിടത്തൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്. വയുസക്കീഹിം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇതുപോലെ സമാനമായ പല ആയത്തുകളിൽ കൂടി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചയക്കുമ്പോൾ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന രംഗത്ത് സ്വീകരിക്കേണ്ടുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇവകളെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ പ്രബോധനം ചെയ്തപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മെത്തേഡുകൾ: 1, യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകളെ ഓതിക്കൊടുക്കുക.
രണ്ടാമത്തെ ഉദ്ദേശം, രണ്ടാമത്തെ ഉത്തരവാദിത്വം വയുസക്കീഹിം, ബഹുമാനപ്പെട്ട സഹാബത്തിനെ ആത്മീയമായി ശുദ്ധീകരിക്കുക. ആത്മീയമായി ശുദ്ധീകരിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ ആത്മീയമായ സംസ്കരണത്തിന് ആവശ്യമായ സർവ്വവിധ കഴിവുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുകയും ചെയ്തു. അഥവാ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അവരുടെ വിശ്വാസത്തിന്റെ അളവ് എത്രയുണ്ട് എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കഴിവ് കൊടുത്തു എന്ന് വിശുദ്ധമായ ഹദീസുകളിൽ കൂടി നമുക്ക് ഒട്ടേറെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കഴിവ് കൊടുത്തത് സ്വഹാബത്തിനെ ആത്മീയമായി സംസ്കരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആത്മീയമായി സംസ്കരിച്ച സംശുദ്ധരാക്കപ്പെട്ട പരിശുദ്ധാത്മാക്കളാണ് ബഹുമാനപ്പെട്ട സഹാബത്ത്. അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഒന്നാം നമ്പർ മുഅ്മിനാണ് എന്ന് നമുക്കറിയാം. സഹീഹുൽ ബുഖാരിയിൽ ഈമാനിന്റെ അധ്യായത്തിൽ ഈമാൻ ഏറ്റക്കുറച്ചിലുണ്ടാകും എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ. എല്ലാവരുടെയും ഈമാൻ ഒരുപോലെയല്ല, വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായ ബഹുമാനപ്പെട്ട സഹാബത്ത് ഈ ഏറ്റവും നല്ല മുഅ്മിനാവുക എന്ന ഈ പദവിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഈ ഉയർന്ന പദവിയിലേക്ക് അവരെ എത്തിച്ചത് ഈ തസ്കിയത്ത് വഴിയാണ്, അഥവാ അവരെ ആത്മീയമായി സംസ്കരിച്ചതുകൊണ്ടാണ്. ആ ആത്മീയ സംസ്കരണം വഴിയാണ് അവരുടെ ഈമാൻ കാമിലായത്, ഈമാൻ ഏറ്റവും പരിപൂർണമായത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഈമാൻ, നമ്മുടെ ഹിദായത്ത് പരിപൂർണമാവാൻ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ആത്മീയമായ സംരക്ഷണം, ആത്മീയമായ ശിക്ഷണം. ആ ആത്മീയമായ ശിക്ഷണത്തിന്റെ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാർഗമാണ് അള്ളാഹുവിന്റെ നല്ല കലിമത്തുകൾ നാവുകൊണ്ട് പറയുക. നല്ല കലിമത്തുകൾ നാവുകൊണ്ട് പറയുക എന്നത് നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന്, ആത്മാവിന്റെ സംസ്കരണത്തിന് ഏറ്റവും അനിവാര്യമായ മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമാണ്. എന്തുകൊണ്ടെന്നാൽ നാവുകൊണ്ട് നല്ല കലിമത്തുകൾ പറയുമ്പോൾ അതിന്റേതായ പ്രതിഫലനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് ഉദാഹരണ സഹിതമാണ് പറഞ്ഞു തരുന്നത്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ് സമാ തുഅതി ഉകുലഹാ കുല്ല ഹീൻ എന്ന വിശുദ്ധ വാക്യത്തിൽ കൂടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്, നാവുകൊണ്ട് നല്ല കലിമത്തുകൾ ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഇങ്ങനെയുള്ള നല്ല കലിമത്തുകൾ നാവുകൊണ്ട് പറയുമ്പോൾ ഒരു സാങ്കല്പിക ഈമാനിക വൃക്ഷം അവന്റെ ഹൃദയത്തിൽ മുളച്ചു വരികയാണ്. ആ ഈമാനിക വൃക്ഷം അവന്റെ ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളെയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നല്ല കലിമത്തുകളും നല്ല വാക്കുകളും പറയുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, ഇതെല്ലാം മനുഷ്യ ഹൃദയത്തെ സംസ്കരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മരുന്നുകളിൽപ്പെട്ട ഒരു മരുന്നാണ് എന്ന് ബഹുമാനപ്പെട്ട തസവ്വുഫിന്റെ ഉലമാകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പരിഗണിക്കപ്പെടേണ്ടുന്നതാണ് മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള സമ്പർക്കം. നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കം നമ്മുടെ ഈമാനിന്റെ വർധനവിന്, അഥവാ നമ്മുടെ ആത്മീയമായ സംസ്കരണത്തിന്, നമ്മുടെ നേരായ മാർഗത്തിലേക്കുള്ള ചലനത്തിന്റെ പ്രയാണത്തിന്റെ ഏറ്റവും സുഗമമായ പ്രയാണത്തിന് ഏറ്റവും അനിവാര്യമായ മറ്റൊരു കാര്യമാണ് സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാദാത്തുക്കളുമായി ഭംഗിയേറ്റം ബഹുമാനിക്കുക. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ ബഹുമാനിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിന്റെ വർധനവിന്, നമ്മുടെ ലക്ഷ്യത്തിന്റെ പ്രാപ്തിക്ക് ഏറ്റവും അനിവാര്യമായതാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
നമുക്കറിയാമല്ലോ, മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ള മഹാന്മാരായ ബഹുമാനപ്പെട്ട ആധ്യാത്മിക ജ്ഞാനികൾ അവരെത്രമാത്രം ദർജയിലെത്തിയവരായിരുന്നാലും ഒരു സയ്യിദിനെ കണ്ടാൽ അവർ ബഹുമാനിക്കുന്ന ബഹുമാനം നമ്മെ അത്ഭുതപ്പെടുത്തി പോകും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഏത് സയ്യിദായിരുന്നാലും ആ സയ്യിദിനെ കാണുന്ന അവസരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ജീവിതം നാം പകർത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മഹാന്മാരായ സാദാത്തുക്കളെ ബഹുമാനിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ, നമ്മുടെ ആധ്യാത്മിക പുരോഗതിയുടെ ഏറ്റവും വലിയ അനിവാര്യമായ മാർഗങ്ങളാണ്. ബഹുമാനപ്പെട്ട അതുപോലെയുള്ള സാദാത്തുക്കളെ ബഹുമാനിക്കുക, സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ബഹുമാന്യരായ ഉലമാക്കൾ, അതുപോലെ തന്നെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ തുടങ്ങിയ മഹത്തുക്കളുമായിട്ടുള്ള ആ ബന്ധം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹിദായത്തിലേക്കുള്ള പ്രയാണത്തിന് ഏറ്റവും സുഗമമാക്കുന്ന, അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു മഹത്തായ ഘടകമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മഹത്തുക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൃംഖലയുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഇർഫാനിയ സ്ഥാപനം. അതുകൊണ്ട് തന്നെ ഈ ഇർഫാനിയ സ്ഥാപനത്തിന്റെ അതിന്റെ സന്നദ്ധദാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നാം ഇവിടെ ഒത്തുകൂടിയത് തികച്ചും അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യമാക്കപ്പെട്ട അമലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിവിടെ വഴിയൊരുക്കിയിരിക്കുന്ന ഇതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ മഹത്തായ സംസ്കാരവും ഈ മഹത്തായ ശിക്ഷണവും നമുക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളോടെല്ലാം തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിങ്ങളുടെ ഒക്കെ സമ്മതപ്രകാരം മഹത്തായ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസിയുടെ ഈമാൻ കൈപ്പള്ളിയിൽ വെച്ച തീക്കനൽ പോലെയാവുന്ന സമയത്തും ആത്മസംസ്കരണം സാധ്യമാണ്. ഒരു കുടുംബനാഥൻ കുടുംബത്തെ സംസ്കരിക്കേണ്ടതെങ്ങനെ? ഷെയ്ഖുനയുടെ സാരവത്തായ ഉപദേശങ്ങളടങ്ങിയ സമ്മേളന സോവനീർ സാലിഹ് മൗലാ തങ്ങളുടെ പ്രൗഢമായ ചരിത്രാവതരണം നിസ്കാരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ച് സുന്നത്ത് നിസ്കാരം മുതൽ യാത്രക്കാരന് ജംഉം കസറും വരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ശൈലിയിൽ കിതാബിന്റെ അവലംബത്തോടെ പഠിക്കാനും പ്രവർത്തിക്കാനുമായി ഒരു സമ്മേളന സോവനീർ അൽ ഇർഫാൻ DIVS സ്റ്റാളിൽ ലഭ്യമാണ്. ഇനി ഒരു പുസ്തക പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. സംവാദവേദിയിലെ യുവ സാന്നിധ്യം ഇസ്ഹാഖ് ഫൈലി ഇർഫാനി രചിച്ച ഉറുക്കും മന്ത്രവും എന്ന പുസ്തക പ്രകാശനം ബഹുമാനപ്പെട്ട PP ഉമർ ഉസ്താദിൽ നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് അബ്ദുള്ള കുട്ടി പരിയാരം. സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പ്രവാചക തിരുചര്യകളെ അനാചാരങ്ങളായി വ്യാഖ്യാനിച്ചും സുന്നി കേരളത്തിൽ വിശ്വാസ അനൈക്യം സൃഷ്ടിച്ച ചില നവോത്ഥാന ചിന്താധാരകൾക്കെതിരെയും ചിത്രശക്തികൾക്കെതിരെയും ആദർശത്തിന്റെ ഉരുകുകോട്ട പണിത സ്ഥാപനം ഇർഫാനിയയുടെ ആദർശ സെഷന്റെ അധ്യക്ഷ പ്രഭാഷണം ബഹുമാനപ്പെട്ട KK ഉസ്താദ് നിർവഹിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. صدق الله مولانا العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. شفيعنا رسول الله. ولي الله ليس له ولي ആ അഖ്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഭാഷാർത്ഥം തടയുക എന്നാണ്. മനുഷ്യനെ അവന്റെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രവണതയിൽ നിന്ന് തടയുന്ന ഒരു ശക്തിയാണ് അഖ്ല് എന്നുള്ളത്. ആ അഖ്ലും ആ ഖുവത്ത് അഖ്ല് അല്ലാഹു തആല നൽകുകയും അതിന്റെ കൂടെ തന്നെ ഖുവത്ത് ശഹവിയെയും ഖുവത്ത് ഗളബിയെയും, അതായത് ക്രോധശക്തിയും വികാരശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അല്ലാഹു തആല നൽകി. ഈ രണ്ട് ശക്തികളെ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് നയിക്കാൻ ഉതകുന്ന ആ ഏറ്റവും വലിയ ശക്തിയാണ് ഖുവത്ത് അഖ്ലിയ. ആ ഖുവത്ത് അഖ്ലിയ കൊണ്ടായിരിക്കണം ഇവന്റെ ഗളബിനെയും ഇവന്റെ ശഹവത്തിനെയും അല്ലാഹുവിന്റെ തൃപ്തിയിലൂടെ നയിക്കാൻ ഇവൻ പരിശ്രമിക്കേണ്ടത്, അതിനുവേണ്ടിയുള്ള ജിഹാദ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ മലായിക്കത്തിനോട് അഭിപ്രായം ചോദിച്ചപ്പോ, മുശാവറ നടത്തിയപ്പോ, ഇവിടെ രക്തച്ചൊരിച്ചിലും കുഴപ്പവും ഫസാദുമുണ്ടാക്കുന്ന ഒരു വർഗത്തെ എന്തിനാണ് അള്ളാഹുവെ ഇവിടെ സൃഷ്ടിക്കുന്നത് എന്ന് അല്ലാഹു തആലയോട് മലായിക്കത്ത് അങ്ങോട്ടേക്ക് അന്വേഷണം നടത്തുകയാണ്. അവിടെ ബഹുമാനപ്പെട്ട നാസിറുദ്ദീൻ ബൈളാവി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, അവിടെ മലായിക്കത്ത് അള്ളാഹുവിനെ വിമർശിച്ചു എന്ന പദപ്രയോഗം അവിടെ ശരിയല്ല. മലായിക്കത്ത് അങ്ങോട്ടേക്ക് അതിന്റെ ഹിക്മത്ത് എന്ത് എന്ന് ആരായുകയാണ്. മലായിക്കത്ത് അള്ളാഹുവിന്റെ മഅ്സൂമീങ്ങളാണ്. അല്ലാഹു തആലാനെ അവർ ഇത്റാദ് ചെയ്യുക, വിമർശനം ചെയ്യുക എന്നുള്ളത് മലായിക്കത്തുകൾക്ക് ഭൂഷണമല്ല, അവർക്ക് യോജിച്ചതല്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാളും നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും എനിക്ക് അറിയാം. ഇന്നീ അഅലമു മാ ലാ തഅലമു. മലായിക്കത്തിന് അല്ലാഹു തആല ഖുവത്ത് അഖ്ലിയ എന്ന ശക്തി മാത്രമേ അല്ലാഹു നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് അവർ മഅ്സൂമീങ്ങളാണ്, തെറ്റിലേക്ക് പോവുകയില്ല. എന്നാൽ മനുഷ്യർക്ക് അല്ലാഹു തആല ഖുവത്ത് അഖ്ലിയയും ഖുവത്ത് ശഹവിയയും ഖുവത്ത് ഗളബിയയും നൽകി. അതുകൊണ്ടാണ് മലായിക്കത്തിനേക്കാളും ഉന്നതമായ സോപാനം, ആ സോപാനത്തിലേക്ക് എത്താൻ മനുഷ്യർക്ക് കഴിഞ്ഞത്. ഇത്ലാഖൻ മലായിക്കത്തിനോ അല്ലെങ്കിൽ മനുഷ്യർക്കോ സ്ഥാനമെന്ന് ചോദിച്ചാൽ ആർക്കാണ് സ്ഥാനം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ് ഈ മനുഷ്യരിലുള്ളത്. ആ മലായിക്കത്തിൽ, ആ അമ്പിയാക്കളിൽ ഏറ്റവും അഫ്ദലുൽ മഖ്ലൂഖായ നമ്മുടെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും അല്ലാഹു തആല സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലാക്കി സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ മലായിക്കത്തിനേക്കാളും സ്ഥാനം അല്ലാഹു തആല ഈ മനുഷ്യർക്ക് നൽകാൻ കാരണം, മലായിക്കത്തിനിക്ക് അല്ലാഹു തആല ഖുവത്ത് അഖ്ലിയ മാത്രമേ നൽകിയിട്ടുള്ളൂ. അവർക്ക് അങ്ങ് വണ്ടി അങ്ങ് വിട്ടോർത്താൽ മതി. ബ്രേക്കും ബെല്ലും അവർക്ക് ബ്രേക്ക് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല, അങ്ങ് വണ്ടി വിട്ടോർത്താൽ മതി. എന്നാൽ മനുഷ്യർക്ക് ഇതെല്ലാം നിയന്ത്രിച്ച് ഖുവത്ത് ഗളബിയനെ അല്ലാഹു തആല ഇച്ഛിക്കുന്ന മാർഗത്തിൽ അല്ലാഹു ചെയ്ത നിഅമത്താണ് ഖുവത്ത് ഗളബിയയും ശഹവിയയും. ഇതുകൊണ്ടാണ് ഇവിടെ പുരോഗമനങ്ങളും ഇവിടെ ധർമ്മസമരങ്ങളും ഇവിടെ ജിഹാദുകളും ഇവിടെ ശുഹദാക്കളുമെല്ലാം ഉണ്ടായത്. ഈ ഖുവത്ത് ഗളബിയയും ശഹവിയയും ഉള്ളതുകൊണ്ടാണ്. സ്വാലിഹീങ്ങളായ ഔലിയാക്കളും അല്ലാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ ഉണ്ടായത് അല്ലാഹു തആല നമുക്ക് ഖുവത്ത് ശഹവത്ത് നൽകിയത് കൊണ്ടാണ്. അപ്പോ അല്ലാഹു ഇച്ഛിച്ച മാർഗത്തിലൂടെ നീങ്ങുമ്പോഴാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, നബിയെ, നമ്മളുടെ ശഹവത്ത് പൂർത്തീകരണത്തിന് ഭാര്യയെ സമീപിക്കുന്നതിനും നമുക്ക് കൂലിയുണ്ടോ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് സ്വഹാബത്തിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു തരിക, നിങ്ങളെങ്ങാനും അത് ഹലാലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന് പകരം അതൊരു നിഷിദ്ധമായ ഹറാമിലേക്ക്, വ്യഭിചാരത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ശഹവത്ത് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിനിക്ക് നിങ്ങൾക്ക് കുറ്റമുണ്ടാവില്ലേ സ്വഹാബത്തെ? അപ്പൊ സ്വഹാബത്തിന് കുറ്റമുണ്ടാവില്ലേ സ്വഹാബത്തെ എന്ന് നബി മറ്റൊരു ചോദ്യ ശരം കൊണ്ടാണ് അതിന് ഉത്തരം നൽകിയത്. അപ്പോൾ ഒരു ഹലാലിലേക്ക്, അല്ലാഹു ഇച്ഛിച്ച മാർഗത്തിലേക്ക് അതിനെ വിനിയോഗിക്കുമ്പോൾ കൂലിയും ഉണ്ടാകുമെന്നർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോ അല്ലാഹു തആല ഈ രണ്ട് ശക്തികൾ നൽകി, ആ ശക്തികളെ
ഖുവത്ത് അഖലിയ എന്ന നിഅമത്ത് കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉന്നത സ്വാപാനത്തിലേക്ക് എത്തിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളും മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ ഔലിയാക്കന്മാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനത്തേക്ക് അല്ലാഹു തആല അവരെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആലാന്റെ ഹിദായത്ത് എന്ന് പറയുന്നത് ഇത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മലായിക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ബഹുമാനിക്കാനാണ് ആദ്യമായി പഠിപ്പിച്ചത്. ആദ്യമായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചുകൊണ്ട് ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. അതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് ചെയ്തത്. എനിക്ക് ആദമിന് സുജൂദ് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. എന്തിന്? എന്റെ ഇബാദത്തിന്റെ ഇടയിൽ എനിക്ക് ആദം നബിയാകുന്ന ഒരു ഖലീഫ, എനിക്ക് ആദം നബിയാകുന്ന ഒരു വാസിത്ത, ഒരു മധ്യവർത്തി എന്റെ ഇബാദത്തിന്റെ ഇടയിൽ ആവശ്യമില്ല. ഞാൻ നേരിട്ട് അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്തുകൊള്ളാം. ആദം നബിയാകുന്ന ഒരു മധ്യവർത്തി എനിക്ക് ആവശ്യമില്ല. അപ്പോ നാം മനസ്സിലാക്കണം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഹിദായത്തിന്റെ നടുവിൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള മുർസിലാവാനുള്ള വഴിയിൽ നേരത്തെ ഇവിടെ പറഞ്ഞ സ്വാലിഹ്യങ്ങളുമായുള്ള സുഹബത്ത്, അല്ലാഹു തആലാന്റെ അമ്പിയാക്കളുടെ വാസിത്ത, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആ മുഖേനയാണ് അല്ലാഹു തആല ഹിദായത്ത് അള്ളാഹുവിലേക്ക് എത്താൻ സഹായിച്ചത്. അതല്ലേ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒട്ടകത്തിന്റെ വാല് പിടിച്ച് നടക്കുന്ന കാട്ടറബികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ആ ഹിദായത്തിലേക്ക് ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ അതാ യന്തിഖു ബിൽ ഹിക്മ, ജമുൽ ജവാമി പോലുള്ള കിതാബിൽ പറയുന്നു യന്തിഖു ബിൽ ഹിക്മ. പിന്നെ ആ സഹാബിന്റെ വായിൽ നിന്ന് വരുന്നത് തത്വജ്ഞാനങ്ങളും ഹിക്മത്തിന്റെ ഇൽമുകളുമാണ്. നോക്കൂ നിങ്ങൾ, ഞൊടിയിടയിൽ അള്ളാഹുവിന്റെ റസൂൽ ആ സ്വഹാബി വൈദ്യന്റെ ഹൃദയം സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ച് ഹിദായത്തിന്റെ പ്രകാശം ആ സ്വഹാബിയുടെ കൽബിലേക്ക് എത്തിക്കാൻ ഒന്നും തിരിയാത്ത സ്വഹാബിക്ക് ഹിക്മത്തിന്റെ ഇൽമു സംസാരിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിദായത്തിന്റെ വണ്ണ വലിപ്പമാണ്. ആ ഹിദായത്താണ് അള്ളാഹുവിന്റെ റസൂലിൽ അള്ളാഹു തആല നൽകിയ ഹിദായത്തിന്റെ പ്രകാശമാണ് ലോകമൊട്ടുക്കും ഉമ്മത്തീക അംബിയായി ബനീ ഇസ്രായീൽ എന്ന് പറഞ്ഞ എന്റെ സമുദായത്തിലുള്ള ഉലമാക്കൾക്ക്, ഔലിയാക്കൾക്ക് ഞാൻ ആ ബനൂ ഇസ്രായീലിന് നൽകിയ ആ നുബുവത്തിന്റെ സ്ഥാനത്തേക്ക് എന്റെ മഹാന്മാരായ എന്റെ ഉമ്മത്തികളെ ഞാൻ എത്തിക്കുമെന്ന് ഹബീബായ നബി വാക്ക് തന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ആ ഹിദായത്തുകൾ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് നൽകിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ നൂറ് അവന്റെ കൽബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്രകാശമായി തീരും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ മഹാന്മാരുടെ ആ വാസിത്തയിലൂടെയാണ് അല്ലാഹു തആല ഹിദായത്തിനെ എത്തിച്ചത്. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ദൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല മഹാനവറുകൾ അതാ പറയുന്നു, അഫ്ദലു ത്വാഅത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ത്വാഅത്തിൽ പെട്ടതാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ ആ അൻഫാസ് എന്ന ശ്വാസോച്ഛ്വാസം. അത് അള്ളാഹുവിനെ കൊണ്ട് നിലനിർത്തണം. അല്ലാഹു തആലാന്റെ ദിക്ർ കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആലാനെ കൊണ്ട് നിലനിർത്തണം. അല്ലാഹു തആലാനെ കൊണ്ട് നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ എങ്ങനെയാണ് ആ ശ്വാസോച്ഛ്വാസം കൊണ്ട് ഓർമ്മിക്കേണ്ടത്? മഅബർ റഹിം. ആ പദ്യശകലങ്ങളിൽ ബഹുമാനപ്പെട്ട ദൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കിഫായത്ത് പോലുള്ള ശാരീഹ്യങ്ങൾ അതിനിക്ക് വിവരണം നൽകിയത് ഒരു മുറബ്ബിയായ മുർഷിദായ ഷെയ്ഖിന്റെ കൂടെ, ആ മുർഷിദായ വലിയുടെ കൂടെയാണ് നീ അല്ലാഹു തആലാനെ ഓർമ്മിക്കേണ്ടത്. ആ ഷെയ്ഖിനെ ഇസ്തിഹ്ദാറോടുകൂടി ഇതിന് ആ ശരിക്ക് അവിതർക്കിതമായ ആ ശറഹിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ മഹാന്മാർ ഒരു മുർഷിദായ ഒരു വലിയന്റെ ആ ഇസ്തിഹ്ദാറോടുകൂടിയാണ് ആ അംഫാസിയ ഇബാദത്ത്, അംഫാസിലൂടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ അള്ളാഹുവിനെ ഓർമ്മിക്കുക, സ്വലാത്ത് ചൊല്ലുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തോടുകൂടി അള്ളാഹുവിന്റെ ഓർമ്മ. അല്ലാഹു ഖാദിർ, ഒരുത്തൻ ശ്വാസം നടത്തുമ്പോ അല്ലാഹു ഖാദിർ അല്ലെ അല്ലാഹു മുരീദ്, അല്ലാഹു തആലാന്റെ സിഫാത്തുകൾ അല്ലാഹ് എന്ന നാമത്തോടുകൂടി ഉച്ചരിക്കുമ്പോൾ അവന്റെ ശൈഖിനെ, അവന്റെ മുറബ്ബിയായ മശായിഖിനെ ഇസ്തിഹ്ലാറോടുകൂടിയാണ് ദിക്ർ ചെല്ലേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട ഈ കേരളത്തിന്റെ ഇൽമ് എന്ന് വിശേഷിപ്പിക്കുന്ന ദൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങളുടെ വിശിഷ്ട ഗ്രന്ഥമായ ദിക്റിയായി രേഖപ്പെട്ട് കാണാം.
അതുതന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചത്. ഇബ്ലീസ് കാഫിറാവാനുള്ള കാരണം ബഹുമാനപ്പെട്ട നാസിറുദ്ദീൻ ബൈദാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ ബിതർക്കിൽ വാജിബി വഹദഹു, ഓനിക്ക് നിർബന്ധമാക്കിയ സുജൂദ് മാത്രം ഉപേക്ഷിച്ചതുകൊണ്ടല്ല, ഓനിക്കുള്ള സുജൂദ് ഒഴിവാക്കിയത് കൊണ്ട് മാത്രമല്ല ഓൻ കാഫിറായത്, ഓന്റെ ഇത്തിഖാദ് കൊണ്ടും സുജൂദിന്റെ ഉപേക്ഷ കൊണ്ടുമാണ്. ഓന്റെ ഇത്തിഖാദ് എന്ന എന്റെ ഇബാദത്തിന്റെ ഇടയിൽ എന്തിന് എനിക്ക് ആദം നബി, ഞാൻ നേരിട്ട് അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്തുകൊള്ളും, ആദം നബിയാകുന്ന ആ വാസിത്ത് എനിക്ക് ആവശ്യമില്ല എന്ന നിഷേധത്തിലൂടെയാണ്, രണ്ട് കാര്യം കൊണ്ടാണ് ഓൻ ഡിസ്മിസ് ആയത്, അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയത്, അള്ളാഹുവിന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയത്. ആ കാരണം കൊണ്ടാണെന്ന് മുഫസ്സിറുകളായ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ട് കാണാം. അപ്പോ അള്ളാഹുവിന്റെ ഹിദായത്ത് എന്ന ആ ഹിദായത്ത് പല ഇനങ്ങളിലായി മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ഈ ചെറുഭാഷണം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മശായിഖിന്റെ വഴിയിലായി നമുക്ക് അല്ലാഹു സലാമത്തും ഇസ്സത്തും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു തആല ഈ സമ്മേളനം കൊണ്ട് മാറ്റിക്കൂട്ടി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ എന്റെ അധ്യക്ഷാമുഖം ഭാഷണം നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സമ്മേളന പ്രോഗ്രാമുകൾ SKSFന്റെ ക്ലാസ് റൂമിലൂടെ വിവിധ രാഷ്ട്രങ്ങളിലെ പ്രവാസികൾ ഈ ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹില്ലിയ നഗരിയിൽ നിന്നും ഹൃദ്യമായ സമ്മേളനാശംസകൾ നേരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, സദസ്സിന്റെ ചുറ്റുപാടിൽ നിന്ന് നെറ്റ് ഉപയോഗിക്കുന്നവർ നെറ്റ് ഓഫ് ചെയ്യുകയും ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കണമെന്നും അറിയിക്കുന്നു. ഇനി മുഖ്യപ്രഭാഷണമാണ്. ഘർ വാപസിയുടെ ഗർജിക്കുന്ന വർഗീയ ഗർത്തങ്ങളിൽ അകപ്പെടാതെ മുസ്ലിം സുമനസ്സുകളെ സഞ്ചറിന്റെ സുന്ദര സരണിയിലൂടെ വിശ്വാസാടിത്തറ കെട്ടിപ്പടുത്തിയ ശാന്തിഗേഹം ഇർഫാനിയ ആദർശ സെഷന്റെ സമ്മേളന വേദി. മുഖ്യപ്രഭാഷണം നടത്തുന്നത് സുന്നി യുവജന സംഘം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഭിവന്ദ്യനായ അഹമ്മദ് തേർലായി ഈ സദസ്സിന് മുഖ്യപ്രഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ് അവറുകളെ, വേദിയിലെ ബഹുമാന്യരായ ഉസ്താദുമാർ, സാദാത്യങ്ങൾ, ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും നമ്മുടെ ജില്ലയുടെ നായിബ് ഖാദിയും നമുക്കേറെ പ്രിയപ്പെട്ടവരുമായ ഉമർ ഉസ്താദ്, ഈ സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുജനങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
കണ്ണൂർ ജില്ലയുടെ അഭിമാനമാണ് ഇർഫാനിയ അറബി കോളേജ്. അത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല. ഈ സ്ഥാപനം ഇവിടെ നിലവിൽ വന്നതിന് ശേഷം ചപ്പാരപ്പടവ് എന്ന പ്രദേശത്തേക്കാളുപരി കണ്ണൂർ ജില്ലക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകിയിട്ടുണ്ട് എന്നത് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങാതെ തൊട്ടടുത്ത ജില്ലകളിലേക്കും ഇതിന്റെ മഹത്തായ ആത്മീയ പ്രസരണങ്ങൾ, ചൈതന്യങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഈ സ്ഥാപനത്തെ കേരളത്തിലെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ദീനിന്റെ പ്രായോഗിക രൂപങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നതാണ് ഈ സ്ഥാപനം മുഖ്യമായ ഒരു അജണ്ടയായി സ്വീകരിച്ചത്. കേവലം മതത്തിന്റെ ജ്ഞാനം സമ്പാദിക്കുക, മതത്തിന്റെ അറിവ് നേടുക, മതപരമായ അറിവുകൾ വർദ്ധിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് പരിശുദ്ധ ദീൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ പ്രായോഗിക രൂപം സമൂഹത്തിന് സമർപ്പിക്കുക എന്നതിലേക്ക്, അല്ലെങ്കിൽ എന്നതിലേക്ക് മാത്രം എന്ന അജണ്ടയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ഒരു അതിർവരമ്പിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് മറ്റുള്ളതിൽ നിന്ന് ഈ സ്ഥാപനത്തെ വ്യതിരിക്തമാക്കിയത്. പരിശുദ്ധ ദീൻ ലോകത്ത് എങ്ങനെയാണ് പ്രചരിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ ഒരു വിശകലനം നാം നടത്തുമ്പോൾ ഇത്തരം മാർഗങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവ്വസൂരികൾ സ്വീകരിച്ചതായി നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലായാലും ഇസ്ലാം എത്തിയത് ഇസ്ലാമിന്റെ ശാസ്ത്രീയ രൂപത്തെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടല്ല. ഇസ്ലാം എന്നത് ശാസ്ത്രം കണ്ടെത്തുന്ന സത്യത്തിന്റെ അവസാന വാക്കാണ്. ശാസ്ത്രം ഒരു വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും മാറ്റിപ്പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. മാറ്റത്തിന് വിധേയമാണ് ശാസ്ത്രം. പക്ഷേ പറഞ്ഞ് ഏറ്റവും അവസാനം ഒരു സത്യമെത്തുമ്പോൾ ആ സത്യത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ശാസ്ത്രീയമായി നാം മറ്റുള്ളവർക്ക് സമർപ്പിക്കേണ്ടതില്ല. അത് അങ്ങനെ തന്നെ വരും. അതിലുപരി ഇസ്ലാം ഈ ലോകത്ത് പ്രചരിപ്പിക്കാനുണ്ടായ കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തെ അത് ശരിയായ രീതിയിൽ ആവാഹിച്ചെടുത്ത് അതിന്റെ പ്രായോഗിക രൂപം സമൂഹത്തിന് സമർപ്പിച്ചപ്പോഴാണ്. കേരളത്തിന്റെ ചരിത്രം നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രം നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിച്ച ചരിത്രം നമുക്കറിയാം. ഹിജറ 22 ഔദ്യോഗികമായി കേരളത്തിലേക്ക് ഇസ്ലാമിക ദൗത്യ സംഘം എത്തുന്നത് ചരിത്രപരമായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിലെത്തിയതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയും. അതിനു മുമ്പേ കേരളം അറബികളുമായി വ്യാപാര ബന്ധമുണ്ടായിട്ടുണ്ട്. അവരിവിടെ വന്ന് ഇസ്ലാം പ്രചരിപ്പിച്ചത് ഇസ്ലാമിന്റെ ശാസ്ത്രീയ രൂപത്തെ സമൂഹത്തിന് സമർപ്പിച്ചിട്ടല്ല, മറിച്ച് ഇസ്ലാമിനെ പൂർണ്ണമായി ആവാഹിച്ച് സ്വജീവിതം സമർപ്പിച്ചപ്പോൾ മറ്റുള്ളവർ അവരിൽ നിന്ന് യഥാർത്ഥ മനുഷ്യനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ആ യഥാർത്ഥ മാനുഷികതയുടെ രൂപമായി
ഇസ്ലാമിനെ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ കണ്ടെത്തിയവർ അവർ അറിയാതെ അവരുടെ കാൽ വന്ന് അല്ലെങ്കിൽ അവരെ കൈക്ക് പിടിച്ച് അവരെ മുന്നിൽ വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലി മുസ്ലിം ആവുകയായിരുന്നു. അതാണ് കുമാരനാശാന്റെ ദുരവസ്ഥയിൽ കേരളത്തിലെ ഇസ്ലാമിക പ്രചരണത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്തത്. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഒരു ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവാനെത്തി ചാരത്തടുത്തിടാം, ഒട്ടും പേടിക്കേണ്ട നമ്പുരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരാ ശ്രേയസ് ഉപേക്ഷിച്ച് ബദ്ധരായി മേവുമോ ജാതി ജോലി. മനുഷ്യനെ മൃഗമായി കണ്ടു ഈ രാജ്യത്തെ ചില ആളുകൾ. മനുഷ്യനെ മൃഗതുല്യമായി കണ്ടു. മനുഷ്യന്റെ ഒരു മാനുഷികതയും അനുവദിച്ചില്ല. അപ്പോഴാണ് സമ്പൂർണനായ ഒരു കൂട്ടം മനുഷ്യർ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അവർ കേരളത്തിന്റെ പശ്ചാത്തലം അറിയില്ല, അവർക്ക് കേരളത്തിലെ ജീവിതം അറിയില്ല, അവർക്ക് കേരളത്തിലെ പാരമ്പര്യം അറിയില്ല. അവർക്കൊന്നറിയാം, അല്ലാഹു മനുഷ്യനോട് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് ആ രൂപം അവർക്കറിയാം. അതനുസരിച്ച് സമ്പൂർണ്ണ മനുഷ്യനായി അവർ ജീവിച്ചു. ആ ജീവിതത്തിന്റെ നേർരേഖയുമായി അവർ കേരളത്തിലേക്ക് വന്നപ്പോൾ അവരിൽ സമ്പൂർണ്ണ മനുഷ്യത്വം ഇവിടത്തെ ജനങ്ങൾ കണ്ടു. ആ കണ്ടതിൽ നിന്നാണ് ആദ്യമായി ചെറുമൻ തൊട്ട് പിന്നെ കേരളത്തിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. അത് ചരിത്രപരമായി നമുക്ക് പറയാം. ശരിയായ ഇസ്ലാമിന്റെ രൂപത്തെ അവർ കണ്ടു, ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. എന്നാൽ ഇസ്ലാമിന്റെ ശാസ്ത്രീയമായ രൂപം പ്രചരിപ്പിക്കപ്പെട്ട രാജ്യമുണ്ടിവിടെ, യൂറോപ്പ്. ഒരു ഉദാഹരണം, യൂറോപ്പിൽ ഏറ്റവും വലിയ മതവിരുദ്ധ പ്രവൃത്തി നടന്ന രാജ്യമാണ്. മതകീയമായി ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ രാജ്യം മതപരമായി അടിമത്തമുണ്ടാക്കിയിരുന്ന രാജ്യമായിരുന്നു. കത്തോലിക്ക സഭയുടെ കീഴിൽ ഭൗതികമായ പല നിയമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടത്തേക്ക് ഇസ്ലാം ആൾ രൂപമായി പോകുന്നതിന് പകരം ഇസ്ലാമിന്റെ ശാസ്ത്രീയ രൂപമാണ് അവർക്ക് സമർപ്പിക്കപ്പെട്ടത്. നാം പഠിച്ച് വിധേയമാക്കിയാൽ, പഠനത്തിന് വിധേയമാക്കിയാൽ ഇസ്ലാമിന്റെ ആൾ രൂപത്തെ അവർ കാണുന്നതിന് പകരം അവർ ഇസ്ലാമിന്റെ ശാസ്ത്രീയ രൂപങ്ങളെയാണ് പഠിച്ചത്. അന്ന് നാം ആധുനിക രംഗത്ത് വമ്പിച്ച വിജയം നേടി. ഇസ്ലാം ഒരു അജയ്യ ശക്തിയായി മാറി. ശാസ്ത്രീയമായി മറ്റുള്ളവയെ വെല്ലുവിളിക്കത്തക്ക രീതിയിലേക്ക് ആരോഗ്യശാസ്ത്ര രംഗത്ത്, ജീവശാസ്ത്ര രംഗത്ത്, ഗോളശാസ്ത്ര രംഗത്തൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ഏറ്റവും വലിയ കഴിവ് നേടിയപ്പോൾ ആ കഴിവിനെ അംഗീകരിച്ചുകൊണ്ടാണ് അവിടെ ഇസ്ലാം പ്രചരിച്ചത്. സ്വാഭാവികമായും അതിന്റെ നല്ല വശങ്ങളെ അവർ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനങ്ങനെ തന്നെ അവർ മാറ്റിമറിച്ചുകൊണ്ട് അവരുടേതാക്കി മാറ്റുകയാണ് ചെയ്തത്. പിന്നീട് അവർ മതത്തിൽ നിന്ന് മാറാതെ മതത്തിന്റെ വിരുദ്ധതയിലേക്ക്, മതനിരാസത്തിലേക്കാണ് യൂറോപ്പ് എത്തിപ്പെട്ടത്. ഈ രണ്ട് വഴികളെ നാം പഠിച്ച് വിശദമാക്കിയാൽ, പഠിച്ചു മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, കേരളത്തിലെ ഇസ്ലാം സമ്പൂർണമായ ഒരു വ്യക്തിത്വത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ സമ്പൂർണമായ ആൾരൂപത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നതെങ്കിൽ ശാസ്ത്രീയമായ രൂപത്തിലാണ് യൂറോപ്പിലേക്ക് ഇസ്ലാം കടന്നുപോയതുകൊണ്ട് അവർക്ക് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ, ആൾരൂപത്തിൽ കാണാൻ സാധിച്ചില്ല. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ആദർശ വിഷയം ഇടക്കാലത്ത്, അല്ലെങ്കിൽ 921 ശേഷം കേരളത്തിലെ ബിദ്ഈ പ്രസ്ഥാനങ്ങൾ ഈ ആൾരൂപത്തിലൂടെയുള്ള ഇസ്ലാമിക പ്രവേശനത്തിന് പകരം ഇസ്ലാമിന്റെ ബാഹ്യമായ ശാസ്ത്രരൂപത്തെ സമർപ്പിച്ചുകൊണ്ട് പരമ്പരാഗതമായ ഇസ്ലാമിക പ്രവേശനത്തിന് തടസ്സം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് നാം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അംബിയ മുർസലീങ്ങൾക്ക് മോചിതത്തുകളുണ്ടോ, അവരുടെ കറാമത്തുകളെ സംബന്ധിച്ചോ ഉള്ളതിന്റെ അപ്പുറത്ത് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചതിന്റെ വ്യക്തമായ രൂപം ഒരാൾ പരിപൂർണമായി ഇസ്ലാമിനെ ആവാഹിച്ചെടുത്താണ്. ആ ആവാഹിച്ച രൂപത്തിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ ആയിരക്കണക്കായ, ലക്ഷക്കണക്കായ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. എന്നാൽ ഇസ്ലാമിലെ ഈ ആകർഷണീയതയ്ക്ക് തടസ്സം നേരിട്ടത് ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ കടന്നുകയറ്റമാണ്. അങ്ങനെ ഒരു ആകർഷണീയമായ മാതൃകാ പുരുഷത്വത്തിൽ
കൂടെ ഇസ്ലാമിനെ സമർപ്പിക്കുന്നതിന് പകരം ഭൗതികവൽക്കരിച്ചു ഇസ്ലാമിനെ അവർ. അത് ഏറ്റവും വലിയ കൊടുംപാതകമാണ്. അതുകൊണ്ടാണ് വഹാബി പ്രസ്ഥാനം സിയോണിസത്തിന്റെ ഏജന്റാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുക. ഇവിടെ കുരിശ് യുദ്ധം നടന്നു. ആ യുദ്ധത്തിലൂടെയാണ് ഇവിടത്തെ ഇസ്ലാമിക ശത്രുക്കൾ പരാജയപ്പെടുന്നത്. ആ പരാജയപ്പെടുത്തുന്നിടത്ത് ഭൗതികമായ എല്ലാവിധ അസ്ത്രങ്ങളെയും അവർക്ക് പരാജയപ്പെടുകയാണ്. ഭൗതികമായ എല്ലാ മാനദണ്ഡങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ യാതൊരു വിധത്തിലും ഇസ്ലാം പിന്നോട്ട് പോകുന്ന പ്രശ്നം അവർ കണ്ടില്ല. മറിച്ച് അവർ അതിൽ നിന്ന് മനസ്സിലാക്കിയത് മനുഷ്യന്റെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആൾരൂപത്തിലുള്ള ഇസ്ലാമിനെയാണ്. എന്ന് പറഞ്ഞാൽ ശരിയായ ഇസ്ലാമിന്റെ പേടകം, അവരുടെ വിശ്വാസം, അവരുടെ ആദർശം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം, അവരുടെ സമ്പ്രദായം, ഇതൊക്കെയും ശാസ്ത്രീയതക്കപ്പുറത്ത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും മാർഗമായി ഉണ്ടായതാണ് എന്ന് സിയോണിസ്റ്റുകൾക്ക് ബോധ്യപ്പെടുന്നിടത്താണ് ഇസ്ലാമിന്റെ ശാസ്ത്രീയ രൂപത്തെ അവതരിപ്പിക്കാൻ വേണ്ടി അവർ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറായത്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പഠിച്ചതാര് എന്ന് ചോദിച്ചാൽ മുസ്ലിം വിരുദ്ധ ശക്തികളാണ്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാമിനെ പഠിച്ചത് അവരാണ്. അവര് ഒട്ടനവധി തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അറബി ഭാഷക്ക് വലിയ ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. അറബിയിൽ ഒട്ടനവധി ഫിലോസഫികൾ അവർ സമർപ്പിച്ചിട്ടുണ്ട്. അറബി ചരിത്ര ഗ്രന്ഥങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് മതഗ്രന്ഥങ്ങൾ അവർ അവലോകനം ചെയ്തിട്ടുണ്ട്. അറബി ഭാഷക്ക് പോലും ഏറ്റവും വലിയ സംഭാവന സിയോണിസത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കാൻ വിധേയമായത്? ഇസ്ലാമിന്റെ ആൾരൂപത്തെ സമർപ്പിക്കുന്നതിന് പകരം ഇസ്ലാമിന്റെ ശാസ്ത്രീയ രൂപത്തെ സമർപ്പിക്കുക. അങ്ങനെ കേവലം ഒരു ഭൗതികതയിലേക്ക് ഇസ്ലാമിനെ എത്തിക്കുക. അങ്ങനെ എത്തിക്കുമ്പോൾ ഇസ്ലാം ഏറ്റവും നല്ലതാണ് എന്നതിലേക്ക് മനുഷ്യരെത്തും. ജോർജ് ബർണാഡ് ഷാ ചോദിച്ചില്ലേ, ഇസ്ലാം എത്ര സുന്ദരം, പക്ഷെ എവിടെ മുസ്ലിം? ഇസ്ലാം എത്ര സുന്ദരം, വായിക്കാൻ ഏറ്റവും നല്ല മതമാണ്, നല്ല ആദർശമാണ്, അതൊരു സ്വപ്നമാണ്, അതൊരു സങ്കല്പമാണ്, പക്ഷെ എവിടെ മുസ്ലിം? അതിന്റെ യാഥാർത്ഥ്യം എവിടെ കാണാനുണ്ട്? അത് കേവലം കമ്മ്യൂണിസം പോലെയാണ്. കമ്മ്യൂണിസം വായിക്കുന്നവർക്കറിയാം ഏറ്റവും വലിയ സ്വർഗീയ രാജ്യം സമർപ്പിക്കുകയാണ് ഇവിടെ കാറൽ മാർക്സ് ചെയ്തത്. പക്ഷേ ലോകത്തെവിടെയും കമ്മ്യൂണിസം വന്നിട്ടില്ല. അതേപോലെ എത്ര സുന്ദരമാണ് ഇസ്ലാം എന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ എവിടെ മുസ്ലിം എന്ന് ചോദിക്കുന്നിടത്തേക്ക് സിയോണിസ്റ്റുകൾ നമ്മെ എത്തിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിനെ പഠിച്ചു അവർ സമർപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമാണ് മസോണിസ്റ്റുകൾ ലോകവ്യാപകമായി ഇസ്ലാമിനെ തകർക്കുവാൻ അവർ തന്നെ ശ്രമം ആരംഭിച്ചത്. അത് കേവലം മുജാഹിദ് ജമാഅത്ത് എന്ന് പറഞ്ഞ് നമുക്കിടയിലുള്ള ഒരു ബിദ്ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് മാറ്റുന്നതിന് പകരം അടിസ്ഥാനപരമായി ഈ സിയോണിസത്തിന്റെ ശ്രമമാണ് ലോകത്ത് ഇസ്ലാമിക പ്രചരണത്തിന് തടസ്സം നേരിട്ടത്. നിങ്ങൾ പഠനത്തിന് വിധേയമാക്കണം. വളരെ വ്യക്തമായി അതിനു മുമ്പത്തെ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ പ്രവേശനങ്ങൾ, ശേഷം വന്ന ഇസ്ലാമിന്റെ പ്രവേശനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്കിത് വ്യക്തമായി ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്നിടത്ത് ലോകത്ത് ഇസ്ലാമിന്റെ പ്രചരണം ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവേശനം ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള ഒരു ആത്മീയ ബന്ധം ഇല്ലാതെയാക്കാനുള്ള വളരെ ഗൗരവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വഹാബി പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ സിയോണിസ്റ്റുകൾ രൂപപ്പെടുത്തുകയും അത് ജനസമൂഹത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്തത്. വഹാബി പ്രസ്ഥാനം അടുത്ത കാലത്ത് വന്നതാണെങ്കിലും നേരത്തെ പണ്ഡിതോചിതമായി ഇതിന്റെ ചർച്ചകളുണ്ടായിരുന്നു. ഇബ്നു തൈമിയ്യയെ പോലുള്ള പണ്ഡിതന്മാർ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ എന്നതിൽ കവിഞ്ഞ് മതത്തിന്റെ ഉള്ളിൽ പണ്ഡിതന്മാര് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി. അതിൽ നിന്ന് ബിദ്അത്തിന്റെ ഭാഗത്തേക്ക് പോയ ആളായിരുന്നു ഇബ്നു തൈമിയ്യ. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, നാം അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വികലമായ ചിന്തകൾ പാഠപുസ്തകത്തിന്റെ ഉള്ളിലോ ഗ്രന്ഥത്തിന്റെ ഉള്ളിലോ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം ആദ്യം പഠിച്ചത് ഇബ്നു അബ്ദുൽ വഹാബ് അല്ല, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരല്ല, മസോണിസ്റ്റുകളാണ്. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചത് മസോണിസ്റ്റുകളാണ്, സിയോണിസ്റ്റുകളാണ്.
അവര് പഠിച്ചിട്ടാണ് അതിന് പറ്റുന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെ, റഷീദ് ലിയെ പോലെ, മുഹമ്മദ് അബ്ദുവിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരെ അവരുണ്ടാക്കി തീർത്തത്. അവരാണ് ക്ലാസ് കൊടുത്തത്, അവരാണ് കോച്ചിങ് കൊടുത്തത്, നമ്മൾ ആരുമല്ല. ഈ രീതിയിൽ ലോകവ്യാപകമായി വഹാബി പ്രസ്ഥാനമെന്ന പേരിൽ, മറ്റു പ്രസ്ഥാനമെന്ന പേരിൽ ശാസ്ത്രീയ ഇസ്ലാമിനെ പ്രവേശിപ്പിച്ചപ്പോഴാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ, തനിയായ ആൾരൂപങ്ങൾ നിലച്ചുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ ഇതിന്റെ നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ച് വലിയ ചർച്ചകളുണ്ടായി. നമുക്കറിയാമല്ലോ, തുർക്കി ഖിലാഫത്തിന് ശേഷമാണല്ലോ ഇവിടെ വഹാബി പ്രസ്ഥാനം രാജ്യവ്യാപകമായി വന്നത്. അത് ഇബ്നു അബ്ദുൽ വഹാബുമായി ഉണ്ടാക്കിയ ഒരു കരാറാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തകർക്കുക, ആ തകർച്ചയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഭരണം തരാം എന്നതാണല്ലോ കരാർ. തുർക്കി ഖിലാഫത്തിന്റെ നാശത്തിന് ശേഷം അവിടെ വന്നത് കമാൽ പാഷയായിരുന്നു. ആ കമാൽ പാഷയെയാണ് ലോകം ഏറ്റവും വലിയ ഇസ്ലാമിക നവോത്ഥാന ശക്തിയായി വാടിപ്പുകഴ്ത്തിയത്, നവോത്ഥാന നായകനായിട്ട് പുകഴ്ത്തിയത്. ഓരോ നൂറ്റാണ്ടിന്റെയും ആദ്യത്തിൽ നവോത്ഥാന നായകന്മാർ ഈ സമൂഹത്തിന് വരുമെന്ന വ്യക്തമായ സമർപ്പണ ബോധമുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിൽ കമാൽ പാഷയെ നവോത്ഥാന നായകനായി സമർപ്പിക്കുന്നു. അദ്ദേഹം ഖുർആനെതിരാണ്, അദ്ദേഹം നിസ്കാരത്തിനെതിരാണ്, അദ്ദേഹം ബാങ്കുവിളിക്കെതിരാണ്, അദ്ദേഹം ഇസ്ലാമിന്റെ സകലമായ ചിഹ്നങ്ങൾക്കെതിരാണ്. എന്നിട്ട് പോലും കമാല തുർക്കിനെ അന്നത്തെ സിയോണിസ്റ്റ് ശക്തികൾ ഏറ്റവും വലിയ നവോത്ഥാന ശക്തികളായി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ സർ സെയ്ദ് അഹമ്മദ് ഖാൻ, നമുക്കറിയാം, ഒട്ടനവധി ഇസ്ലാമിക വിരുദ്ധ വീക്ഷണമുള്ള ആളാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തെയാണ് ഇസ്ലാമിക നവോത്ഥാന ശക്തിയായി ഇന്ത്യയിൽ മറ്റുള്ളവർ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ദീനെ ഇലാഹി എന്ന് പറയുന്ന പുതിയ മതം കൊണ്ടുവന്ന അക്ബറാണ് ഏറ്റവും വലിയ പരിഷ്കർത്താവായിട്ട് ഇന്നത്തെ കേരളത്തിലെ പരിഷ്കൃത സമൂഹം പോലും നമുക്ക് സമർപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പുകസ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ പുസ്തകമെഴുതി. എന്താ എഴുതിയത്? അക്ബർ എന്ന് പറയുന്ന പരിഷ്കർത്താവിനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുകയും അതേസമയം അക്ബറിനെതിരായി അന്ന് ഏറ്റവും നല്ല ഇസ്ലാമിക ചലനമുണ്ടാക്കാൻ വന്ന സുഹ്റവർദിയെ അല്ലെങ്കിൽ വലിയ വലിയ മഹാത്മാക്കളായ മശായിഖുമാരെ ഇകഴ്ത്തി പറയുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ കേരളത്തിൽ പോലുമുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഏറ്റവും വലിയ നവോത്ഥാന നായകനായി ഈ സമൂഹം ആരെയാണ് സമർപ്പിച്ചത്? നമുക്കാർക്കും പരിചയമില്ലാത്ത ചേകന്നൂരിനെയാണ്. ചേകന്നൂർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച ആളാണ്. 5 വഖ്ത് നിസ്കാരത്തെ 3 മാറ്റിയയാളാണ്. ദുഹാ നിസ്കാരത്തെ പാടെ നിഷേധിച്ചയാളാണ്. വിവാഹ സംബന്ധമായി ഒട്ടനവധി പ്രശ്നമുള്ളയാളാണ്. അദ്ദേഹത്തെയാണ് ശാസ്ത്രീയ ഇസ്ലാമിന്റെ ഭാഗമായി ഇവിടെ പരിഷ്കർത്താവായി നമുക്ക് സമർപ്പിച്ചത്. കൂടെ വക്കം മൗലവിയെ നമുക്ക് പരിചയപ്പെടുത്തി, കെ എം മൗലവിയെ നമുക്ക് പരിചയപ്പെടുത്തി. അങ്ങനെയുള്ള ഒട്ടനവധി പരിഷ്കർത്താക്കളാണ് കേരളത്തിലെ ഇസ്ലാമിന്റെ നവോത്ഥാന നായകന്മാരായി നമുക്ക് പരിചയപ്പെടുത്തിയത്. ആ പരിചയപ്പെടുത്തൽ എന്തുണ്ടായി? അത് ശാസ്ത്രീയ ഇസ്ലാമിൽ മാത്രം ഒതുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട നടപ്പിലാക്കാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനമാണ് ഇവിടെ തടയിട്ടത്. ആ തടയിടുന്നിടത്ത് നിന്ന് നാം പാഠങ്ങൾ പഠിക്കണം, നാം മനസ്സിലാക്കണം. നാം എന്ത് ചെയ്യണം? അവരെന്താണ് വാദിച്ചതിവിടെ? അവരെന്താണ് പ്രചരിപ്പിച്ചതിവിടെ? അവരെന്താണ് സമൂഹത്തോട് സമർപ്പിച്ചത്? അത് സംബന്ധമായ വ്യക്തമായ പഠനങ്ങൾക്ക് വിധേയമായി നാം അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി തീരണം. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒട്ടനവധി പ്രഭാഷകന്മാരുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചും പാതിരാരാവ് വരെ പ്രഭാഷണം നടത്താൻ കഴിവുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാർ നമുക്കുണ്ട്. പക്ഷേ ആദർശ പ്രസംഗരംഗത്ത്, ആദർശ വിഷയരംഗത്ത് 4 വർത്തമാനം സാക്ഷിത്വത്തോടെ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന അപൂർവമായി വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. ഇല്ലേ? ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ മതപ്രഭാഷണങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ആ പ്രഭാഷണങ്ങളിൽ കോടിക്കണക്കിന് രൂപ അവിടെ വെച്ച് സമാഹരിക്കപ്പെടുന്നു. അങ്ങനെ എത്ര വലിയ പ്രഭാഷകർ! പക്ഷേ അവർക്കാർക്കും തന്നെ ഇസ്ലാമിന്റെ ആദർശ രംഗത്ത് കാമാമിണ്ടാൻ സാധിക്കാത്ത വിധം അവരുടെ അജ്ഞത കൂടി വരും. എന്താ ഇതിന്റെ കാരണം?
വളരെ ആസൂത്രിതമായി നമ്മുടെ പണ്ഡിതന്മാരെ, നമ്മുടെ പ്രഭാഷകരെ ഇതര വിഭാഗങ്ങൾ ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ കെട്ടിയിരിക്കുന്നു. നാം അറിയാതെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്ക് മറ്റു വിഷയമാണ്. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഭൂമിന്റെ അടിയിലുള്ള സകല ഭൗതിക വിഷയങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. ഇസ്ലാം ഏറ്റവും നല്ല ശാസ്ത്രീയ മതമാണെന്ന് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ആരോഗ്യരംഗത്ത് ഏറ്റവും നല്ലതാണ് നോമ്പെന്ന് പറയാം. ആരോഗ്യകരമായി ഏറ്റവും നല്ലതാണ് നിസ്കാരമെന്ന് പറയാം. അങ്ങനെ ഓരോ ആരാധനകൾ, ഓരോ കർമ്മങ്ങൾ, ഓരോ വിഷയങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ അഖീദയിലെ ആ അഖീദയെ സംബന്ധിച്ച് ഒട്ടനവധി സംശയങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഒന്നുകിൽ തവസ്സുലിനെ പറ്റി, അല്ലെങ്കിൽ ഇസ്തിഗാസയെ പറ്റി, അല്ലെങ്കിൽ കറാമത്തിനെ പറ്റി, അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ പറ്റി, അല്ലെങ്കിൽ ഖബറ് കെട്ടുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ജുമാ ഖുതുബയെ പറ്റി, അല്ലെങ്കിൽ ജുമാക്കിടയിലെ ബാഗിനെ പറ്റി, അങ്ങനെ 150 ചില്ലാനം വരുന്ന ഇതര വിഭാഗവുമായി നാം ഉണ്ടാക്കിത്തീർന്ന തർക്കങ്ങളിൽ ഒന്നുപോലും സമർത്ഥിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ പ്രഭാഷകർ എന്തുകൊണ്ടാണ് ഒരു വൃത്തത്തിന്റെ ഉള്ളിലായി പോയത്? നമ്മൾ പഠിക്കേണ്ടതല്ലേ അത്? നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അത്? അത് വളരെ ഗൗരവമായ ഈ സെഷനിൽ ഏറ്റവും ചിന്തിക്കേണ്ടത് ആ വിഷയമാണ്. അൽഹംദുലില്ലാഹ്, ഇർഫാനിയ അറബി കോളേജിന്റെ ദഅവാ വിഭാഗം വളരെ ശ്ലാഘനീയമാണ് എന്ന് പറയുന്നത് അവിടെയാണ്. ഈ വർഷത്തെ ഇർഫാനിയ അറബി കോളേജിന്റെ സമ്മേളന പ്രചരണം കേവലം ആൾക്കൂട്ടത്തെ ഉണ്ടാക്കി പ്രഭാഷണം നടത്തുന്നതിന് പകരം ആദർശപരമായ വ്യക്തിഗതമായ ഒരു അജണ്ട വെച്ച്, ആ അജണ്ടയെ വെച്ചുകൊണ്ടുള്ള വ്യക്തമായ ഒരു ചർച്ച നടന്നു. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ, അല്ലേ? അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ. റബീഉൽ ആഖിർ മാസത്തിലാണ് ഈ ഇർഫാനിയുടെ ചർച്ചകൾ വ്യാപകമായത്. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന മഹാനായ ഒരു മുർഷിദിന്റെ, നവോത്ഥാന നായകന്റെ, ലോകത്തിലെ ഇസ്ലാമിക മുജദ്ദിദ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഇസ്ലാമിനെ ജീവിപ്പിച്ച, ഇസ്ലാമിനെ പരിഷ്കരിപ്പിച്ച, ഇസ്ലാമിനെ അനാചാരങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, സർവ്വവിധ മാലിന്യങ്ങളിൽ നിന്നും ഈ പരിശുദ്ധ ദീനിനെ സംരക്ഷിച്ച മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഏറ്റവും വലിയ ഒരു സംവാദം രാജ്യവ്യാപകമായി നടത്തിയത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു. അതിൽ സലീം ഫൈസി ഇർഫാനിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിവ് അപാരമായ ആ വിഷയത്തിൽ. ഇത് കേവലം സലീം ഫൈസിയിൽ ഒതുങ്ങേണ്ടതല്ല. നമ്മുടെ രാജ്യത്തെ സകല പ്രഭാഷകരും ഇത്തരം വിഷയ സംബന്ധമായി മാത്രം അജണ്ട രേഖപ്പെടുത്തണം. മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ ഒരുതരം കഥാപ്രസംഗങ്ങളാണ്, ഒരുതരം ആസ്വാദനങ്ങളാണ്. ഈ ആസ്വാദനം നമുക്ക് വരുത്തിയത് വേറെ ആരോ ആണ്. നമുക്കതല്ല അജണ്ട. നമ്മുടെ ഈമാൻ, നമ്മുടെ ദീൻ, നമ്മുടെ വിശ്വാസം ശരിയായി സമർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യക്തമായ പഠനം നടത്തി അത് സമൂഹത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ഇസ്ലാമിന്റെ അജയ്യത നമുക്ക് സമർപ്പിക്കാൻ സാധിക്കൂ. അതോടൊപ്പം തന്നെ ഈ ഒരു ആദർശം നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ആ ആദർശത്തിന്റെ പ്രചരണ രംഗത്ത് നാം സ്വീകരിച്ച മാധ്യമം, ആ മാധ്യമം പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ളവനായി തീരുക എന്നതാണ്. അതിന് നാം സ്വീകരിച്ച ഒരു മാധ്യമമാണ് ആത്മീയമായ പരിശുദ്ധി. ഈ ആത്മീയ പരിശുദ്ധിയെ തകർക്കുക എന്നത് ഈ രാജ്യത്തെ എല്ലാ ബിദ്അ പ്രസ്ഥാനത്തിന്റെയും അജണ്ടകളാണ്. അതുകൊണ്ടാണല്ലോ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവരെ എതിർക്കുന്നത്. അതുകൊണ്ടാണല്ലോ റിഫായി ഷെയ്ഖിനെ അവർ എതിർക്കുന്നത്. അതുകൊണ്ടല്ലാണല്ലോ ഇവിടുത്തെ തരീഖത്തുകളെ അവർ എതിർക്കുന്നത്. ഇവിടുത്തെ സംസ്കരണ പ്രവർത്തനങ്ങളെയും മറ്റുമൊക്കെ നഖശികാന്തം ഇവിടുത്തെ വഹാബി സുഹൃത്തുക്കളും മുജാഹിദ് സുഹൃത്തുക്കൾ, മൗദൂദികൾ, അതേപോലെ തബ്ലീഗ് സുഹൃത്തുക്കളൊക്കെയും ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ്? ഇത്തരം ഒരു സംസ്കരണ പ്രവർത്തനത്തിലൂടെ ആൾരൂപമുള്ള ഇസ്ലാമിനെ സമർപ്പിക്കാൻ സാധിക്കും. ഈ രണ്ട് മാനദണ്ഡത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇനിയുള്ള മാസങ്ങളിൽ ഇനിയുള്ള കാലങ്ങളിൽ ഇസ്ലാം അജയ്യമായി നിൽക്കാൻ സാധിക്കും. അങ്ങനെ നിൽക്കുന്നിടത്ത് ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങൾ വിജയിക്കും. അല്ലെങ്കിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ച് കേവലം ശാസ്ത്രീയമായ രംഗങ്ങളിലൂടെ ഇസ്ലാമിനെ സമർപ്പിക്കുന്നതിന്റെ അപ്പുറത്ത് വേറൊരു വിജയവും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഇത്തരം ആദർശ സെഷനുകൾ, അത്തരം വിഷയത്തെ സംബന്ധിച്ച്
നാം വ്യക്തമായ പഠനം നടത്തണമെന്ന് വളരെ വിനയപുരസ്സരം നാം അപേക്ഷിക്കുകയാണ്. ആത്മീയതയിൽ അധിഷ്ഠിതമായ അറിവുകളുടെ പ്രസരണം. ഇർഫാനിയ അറബിക് കോളേജ് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടതും ഏറെ എന്റെ മനസ്സിലേക്ക് കയറി വന്നതും ആ ഒരൊറ്റ കാരണമാണ്. ഒരു ഇർഫാനി, ഒരു ഇർഫാനിയായ ഒരാൾ ഒരു മഹല്ലിന്റെ ഖത്തീബായി തീരുമ്പോൾ അദ്ദേഹം ആ മഹല്ലിന്റെ നേതൃത്വത്തിന്റെ അപ്പുറത്ത് ആ മഹല്ലിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് നോക്കി അദ്ദേഹം ഒന്നും പറയാതെ തന്നെ സംസ്കരണ പ്രവർത്തനത്തിൽ അവരെത്തിച്ചേരുകയാണ്. അദ്ദേഹം ഒന്നും പറയേണ്ടതില്ല, അദ്ദേഹം പ്രസംഗിക്കേണ്ടതില്ല, പ്രഭാഷണം നടത്തേണ്ടതില്ല, നിങ്ങൾ നന്നാവണമെന്ന് പറയേണ്ടതേ ഇല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചര്യയാക്കി തീർത്ത ഒരുപാട് ഔറാദുകളുണ്ട്, ഒരുപാട് സംസ്കരണ മുറകളുണ്ട്, ഒരുപാട് ചിട്ടകളുണ്ട്, ഒരുപാട് ചര്യകളുണ്ട്. അറിവിന്റെ അപ്പുറത്ത് ആത്മീയമായ ഒരു ദർശനം, ആത്മീയമായ ഒരു കേന്ദ്രീകൃത സ്വഭാവം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ലഭ്യതയിൽ നിന്ന് അദ്ദേഹം പ്രസരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രഭാഷകനാകേണ്ടതില്ല, ഏറ്റവും നല്ല പ്രസംഗകനാകേണ്ടതില്ല, ഏറ്റവും നല്ല പ്രവർത്തകനാകേണ്ടതില്ല. മറിച്ച് അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയിലെ ഇസ്ലാമിന്റെ ആൾരൂപം മറ്റുള്ളവരെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ഒന്നാമതായി നാം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രായോഗിക ജീവിതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം, ആദർശ പ്രചരണം മറ്റൊരു മാർഗമായി നാം സ്വീകരിക്കുന്നു. മശായിഖുമാരുള്ള സരണിയുടെ പ്രചരണം, അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്. നാം ഇങ്ങനെയുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു മുർഷിദാണ്. ഏതൊരു മനുഷ്യനും അനിവാര്യമാണ് മുർഷിദ്. ഇടക്കാലത്ത് അങ്ങനെ ഒരു മുർഷിദിന്റെ ആവശ്യമില്ല എന്നൊരു ചർച്ച വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മുർഷിദ് ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ഒരു ചർച്ച സമൂഹത്തിൽ എങ്ങനെ വന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അത് സജീവമായ ചർച്ചയ്ക്ക് വിധേയമാകണം. മുറബിയായ ഒരു ഷെയ്ഖ് ലോകത്തിന് ജീവിച്ചിരിപ്പുണ്ടോ എന്നത് പഠനത്തിന് വിധേയമാക്കണം. അത് ഈ സദസ്സിൽ വെച്ച് പറയേണ്ട വിഷയങ്ങളല്ല. പലരും അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇർഷാദ്, ഒരു മുർഷിദിന്റെ ആവശ്യം വളരെ അനിവാര്യമാണ്. ആ മുർഷിദിന്റെ അടുത്ത് മാത്രമേ ഒരാളെ ശരിയായ മാർഗത്തിലൂടെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. ആരാണ് മുർഷിദ് എന്നത് പണ്ഡിതോചിതമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. അത് ഈ പൊതു സദസ്സിൽ സമർപ്പിക്കേണ്ടതല്ല. അപ്പോൾ ഒരു മുർഷിദിനെ നാം സ്വീകരിച്ച് ആ മുർഷിദിൽ നിന്ന് വ്യക്തമായ ഇർഷാദ് ചെയ്യപ്പെട്ട് അത് സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന രംഗത്തേക്ക് ആത്മീയമായ ഒരു ശൃംഖല സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നത് നാം ഏറ്റവും വലിയ ഭാഗ്യമായി കാണും. ഈ 4 വിഷയത്തിലും ഒരു പരിധിവരെ വിജയിക്കാൻ ഇർഫാനികൾക്ക് സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പുറത്തു നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് നിങ്ങളെ ഉപദേശിക്കുകയല്ല. ആദർശ രംഗത്ത് ഈ ഒരു സെഷൻ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് വേണം. ഇപ്പൊ കണ്ണൂർ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുകയാണ്. എന്റെ പ്രഭാഷണം ഞാൻ നിർത്തുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുകയാണ്. അടിക്കടി ഒരുപാട് സംവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകും. അവിടെയൊക്കെയും മറ്റുള്ള ജില്ലകളെ, മറ്റുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ് നാം. അതിന്റെ അപ്പുറത്ത് ഇപ്പോൾ നമുക്ക് ഒരു സ്വരം പര്യാപ്ത ജില്ലയായി മാറിയിട്ടുണ്ട്. അതിന് കാരണം ഈ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന നല്ല പ്രഗത്ഭരായ നല്ല ആളുകളാണ്. അവരോടൊപ്പം ചേർന്ന് ആദർശ രംഗത്ത് വമ്പിച്ച പ്രചരണ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.